ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ശ്യാം ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊരട്ടിയിലുള്ള ഒരു ധാബയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ധാബയിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകാറില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, പല തരത്തിലുള്ള ഫുഡ് ഇൻഫെക്ഷൻസ് നമുക്ക് പല ആൾക്കാർക്ക് അനുഭവമുള്ളതാണ്. പിന്നെ ചിക്കനുമായി ബന്ധപ്പെട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ബട്ടർ ചിക്കനും ബട്ടർ നാനും പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ചിക്കനും നാനും കൂടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരത്തി നാനും ബട്ടർ ചിക്കനൊക്കെ കഴിച്ചു. ഞാൻ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും കഴിച്ചു. ബാക്കിയുള്ളത് നമ്മൾ പാർസൽ, ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് പാർസൽ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു കാര്യം പറയട്ടെ, ഞാൻ വെറുതെ പറയണതല്ല, നല്ല ഫുഡായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഓണറെ കണ്ടു, ധാബയുടെ ഓണറെ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, പുള്ളിയുടെ ഫാമിൽ ഉണ്ടാക്കുന്ന കോഴിയാണ് അന്നന്ന ദിവസത്തേക്ക് കൊണ്ടുവരുന്നത്. അതല്ലാതെ ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞു തരുന്നത് ചത്ത കോഴിയായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പുള്ളി അങ്ങനെ അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. അതേപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് രാവിലെ വരുന്ന പച്ചക്കറി, ആ പച്ചക്കറി എന്തെങ്കിലും ഒരു വാട്ടോ അങ്ങനെ എന്തെങ്കിലും ചീച്ചിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുള്ളി അതിൻ്റെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് പുള്ളി നിൽക്കില്ല, ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനോട് ഇങ്ങനെ താല്പര്യം, ഭക്ഷണം, പുള്ളിക്ക് അത് അത്ര വലിയ ലാഭത്തിൽ ഓടി പോയിട്ടൊന്നുമല്ല. പുള്ളി അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണ് ഈ വെറൈറ്റി ധാബ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ. അപ്പോൾ എനിക്കത് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് പറയണത്. എന്ന് വെച്ചിട്ട് ഞാൻ മറ്റ് ധാബകളെ മോശപ്പെടുത്തി പറയണതല്ലോ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണത്. പിന്നെ ഞാൻ നിങ്ങളെ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിക്കണില്ല. ഒരുപാട് മസാല ഒക്കെ ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കലും കഴിക്കണം എന്നുള്ള ആൾക്കാർക്കൊന്ന് ചൂസ് ചെയ്യാം. നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ ഇത്രയും ഫുഡിന് നമുക്ക് വന്നത് 500 രൂപ താഴെയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്